ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ന്യൂ ഇയർ സ്പെഷ്യൽ കേക്കാണ്. വാൻസ്ട്രോ കേക്കാണ്. വാനില സ്ട്രോബെറിയുടെ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കേക്കാണ്. ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് വളരെയധികം എളുപ്പമാണ്. ഒരു 30 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മൾ ഈ ഒരു കേക്കും ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ മിക്സിയിലാണ് തയ്യാറാക്കുന്നത്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമുക്ക് നല്ല ഈസി വാൻസ്ട്രോ കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ വാൻസ്ട്രോ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് എടുത്ത് വെക്കുകയാണ്. ഒരു 1/2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ്. അതെല്ലാം കൂടെ നന്നായിട്ട് ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റി വയ്ക്കും. അതിന് നമുക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. അതിന് നമുക്ക് ട്രേ ഒന്ന് ഗ്രീസ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മൾ 2 ട്രേ വെച്ചിട്ടാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിയും. ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. റൗണ്ടിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ മടക്കി അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഒരേ അളവിൻ്റെ 2 ട്രേ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ എൻ്റെ കയ്യിലൊരു 4.5 ഇഞ്ചിൻ്റെ ഒരു ട്രേ ഉണ്ട്, 5 ഇഞ്ചിൻ്റെ ട്രേ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു ഡിഫറൻസ് ഒന്നും, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ 2 ബേക്കിംഗ് ട്രേയിലും ഓയിലൊന്ന് ഗ്രീസ് ചെയ്തു, ബട്ടർ പേപ്പറും വെച്ചു. എന്നിട്ടൊന്നും കൂടെ നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇതുപോലെ ഒരു അലുമിനിയം പാത്രമാണ്. അതിലൊരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്, ഒരു പ്ലേറ്റ് കമത്തി വെച്ചിട്ടുണ്ട്. 2 ട്രേ വെക്കേണ്ടതല്ലേ, അതുകൊണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ റിങ് മാത്രമായാലും മതി. അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാം. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. 15 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് വരെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കാം. അതുകൂടെ ചേർത്ത് നമുക്ക് അതുപോലെ തന്നെ ഒന്നുകൂടെ അടിച്ചെടുക്കാം. ഹൈയിലിട്ട് തന്നെ അടിക്കാം. ബീറ്റർ കൊണ്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ബീറ്റർ വെച്ച് നല്ലൊന്ന് ഫ്ലഫി ആക്കിയിട്ട് അടിച്ചെടുത്തിരുന്നാൽ മതി. അപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. അതും ഹൈയിലിട്ട് തന്നെ നമുക്ക് അടിക്കാം. അപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 3 പ്രാവശ്യമൊക്കെ ആയിട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ 2 ട്രേയിലല്ല വെക്കുന്നത്, ഓരോ ട്രേ ആയിട്ടാണ്. ഇപ്പോൾ വലിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ 2 ട്രേ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓരോ ട്രേ ആയിട്ടാണ് വെക്കുന്നതെങ്കിൽ കുറച്ച് ബാറ്റർ എടുത്ത് മാറ്റി വെച്ചിട്ട് അതിലേക്ക് വിനീഗർ ഒഴിച്ചാൽ മതി. ഇപ്പോൾ വിനീഗർ ഒഴിച്ചാൽ ഒരുപാട് സമയം പുറത്ത് വയ്ക്കരുത്. ബേക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ മാത്രം ഒഴിക്കുക. അപ്പോൾ ഇത് ഒരുമിച്ച് വെക്കുന്നതുകൊണ്ടാണ് ഒരുമിച്ച് വിനീഗർ ഒഴിച്ചത്. ഇനി നമുക്ക് ഈ ബാറ്ററിൻ്റെ പകുതി പോർഷൻ ഒരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതാ ബാക്കി വരുന്ന ബാറ്ററിലേക്ക് നമുക്ക് സ്ട്രോബെറിയുടെ മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. 5 or 6 ഡ്രോപ്പ് ഈ സ്ട്രോബെറിയുടെ മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നാട്ടിൽ ഇത് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്, അതുകൊണ്ടാണ് ഇതെടുത്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുറത്തുള്ളവർക്കൊക്കെ ഈ ഒരു മിക്സ് കിട്ടാനില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ മിൽക്ക് ഷേക്കിന് എടുക്കുന്ന ഏത് ബ്രാൻഡ് ആയാലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ എസൻസ് ഉപയോഗിച്ചാലും മതി. ഇതിലേക്ക് 1 ഡ്രോപ്പ് പിങ്ക് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഞാൻ ആ ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രം ചേർക്കുന്നതേ ഉള്ളൂ. ഈ മിക്സിന് തന്നെ ഓൾറെഡി കളറുണ്ട്. അപ്പോൾ വേണമെങ്കിൽ അത് മാത്രമായാലും മതി. ന്യൂ ഇയർ ഒക്കെ അല്ലേ, കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചേർത്തത്. അതോടെ ചേർത്ത് മിക്സ് ആക്കിയിട്ടുണ്ട്. ഒരുപാട് സമയമായിട്ട് മിക്സ് ആക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. നമുക്ക് അടുത്ത ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 ട്രേയും സ്ക്വയർ വെച്ചൊന്ന് ഇളക്കുന്നുണ്ട്. 2 ട്രേയും തട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് 2 ഒരുമിച്ച് തന്നെ ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് നല്ല ചൂടായി കിടക്കുകയാണ് കേട്ടോ. നല്ല ചൂടായതിന് ശേഷം മാത്രമേ ബാറ്റർ വെക്കാവുള്ളൂ. ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തിരുന്നാൽ മതി. ഇപ്പോൾ ഇനി സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കേക്കും കൂടെ വേണമെങ്കിലും വെക്കാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ മേലെയായിട്ട് വെക്കരുത്, അടച്ചടച്ച് വെക്കുകയൊന്നും ചെയ്യരുത്. ഇതേപോലെ നിരത്തി അങ്ങ് വെച്ച് കൊടുത്തിരുന്നാൽ മതി. നമുക്ക് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്യാം. 15 മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. ഇപ്പോൾ 2 എണ്ണം വെക്കുന്നു എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ ടൈം വെക്കണമെന്ന് വിചാരിക്കരുത്. ഈ സാധാരണ ആവുന്നതിലും നേരത്തെ നമ്മൾ ഈ ഒരു കേക്ക് ആവും. ഇപ്പം കറക്റ്റ് 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അടിപൊളി, നല്ല പൊങ്ങിയൊക്കെ ഇരിപ്പുണ്ട്. ഇതിലിപ്പോൾ അത്ര മാവേ ഒഴിച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഈ ഒരു തരത്തിൽ പൊങ്ങിയത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് പൊങ്ങി വരേണ്ടതാണ്. ഇത് നമുക്ക് 2 ലെയറായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് 2 എടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു തുണിയിട്ടിട്ട് അങ്ങ് മൂടി വെച്ചിരുന്നാൽ മതി. ഇനി നമുക്ക് കേക്ക് സോക്ക് ചെയ്യാനുള്ള സിറപ്പ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്, പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓഫാക്കി കൊടുക്കാം. അതൊന്ന് തണുത്ത് വരട്ടെ.
ഇനി നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്കിത് വിസ്ക് വെച്ചിട്ടും ബീറ്റർ വെച്ചിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതറിയാത്തവരുണ്ടെങ്കിൽ ചിക്കു സ്റ്റൈൻ വിപ്പിംഗ് ക്രീം എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം. അത് കണ്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ക്രീം വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ക്രീം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ക്രീമിൻ്റെ ഒരു 1/3 പോർഷൻ വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ സ്ട്രോബെറിയുടെ ആ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ചുള്ള ആ ഒരു ക്രീമിലേക്ക് സ്ട്രോബെറിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഒരു 10 മുതൽ 12 ഡ്രോപ്പ് വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ചേർത്ത് നമുക്ക് ആ ടേസ്റ്റ് നോക്കി ആ ഒരു അധികമായിട്ട് ടേസ്റ്റ് ആവാതെ എന്നാൽ ആ സ്ട്രോബെറിയുടെ ടേസ്റ്റ് നന്നായിട്ട് വരുന്ന തരത്തിലുള്ളത് വേണം എടുക്കാനായിട്ട്. എസൻസ് ആണെങ്കിലും ആവശ്യത്തിന് ആ ഒരു ഫ്ലേവർ വരുത്തിയിട്ട് വേണം എടുക്കാനായിട്ട്. കുറച്ചധികമായി പോയെന്ന് വെച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം വെച്ചാൽ നമ്മളിത് ഇത് മാത്രമായിട്ടല്ല കഴിക്കുന്നത്, വാനിലയുടെയും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രോബ്ലം ഇല്ല. അപ്പോൾ ഇതെല്ലാം ചേർത്ത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ 2 പൈപ്പിംഗ് ബാഗിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഞാൻ പിന്നെ കുറച്ചുകൂടെ എളുപ്പത്തിനൊന്ന് ചെയ്യുന്നേ ഉള്ളൂ. കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. 2 കേക്കുകളും നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അതാണ് നമ്മുടെ സ്ട്രോബെറി കേക്ക്. ഉണ്ട്, അത്യാവശ്യം നല്ല ഹൈറ്റൊക്കെ ഉണ്ട്. നമുക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്യാം. അടിഭാഗം ഒന്നും അങ്ങനെ കരിഞ്ഞിട്ടോ ഡാർക്ക് കളറായിട്ടോ ഒന്നുമില്ല, നല്ല സോഫ്റ്റ് ഉണ്ട്. അതേപോലെ വാനിലയുടെ കേക്കും നമുക്ക് ഡിമോൾഡ് ചെയ്യാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ ആട്ടോ ഇരിക്കുന്നത്. ഇനി നമുക്കിത് രണ്ടും ഒന്ന് ലെയർ ചെയ്തെടുക്കണം. അപ്പോൾ അത് 2 ലെയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഷുഗർ സിറപ്പ് വെച്ചങ്ങ് സോക്ക് ചെയ്യാണ്. മുഴുവൻ ഒഴിക്കേണ്ട, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു 3/4 ഭാഗത്തോളാണ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. പെട്ടെന്ന് കഴിഞ്ഞില്ലേ, എല്ലാം വേഗം കഴിയുന്ന ഒരു പരിപാടിയാണ് ഇതൊക്കെ. ടേൺ ടേബിളിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയ ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ലെയർ വെക്കുന്നതിന് മുമ്പ് കുറച്ച് ക്രീം ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. സിറപ്പ് അങ്ങ് ഒഴിക്കുന്നുണ്ട്. നമുക്ക് ക്രീം ഒന്ന് ആക്കി കൊടുക്കാം. വൈറ്റ് ക്രീം അങ്ങ് ആക്കി കൊടുക്കുകയാണ്. പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ ഡയറക്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ചോക്കോ ചിപ്സ്, വൈറ്റ് ചോക്കോ ചിപ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ കാഷ്യൂ നട്ട്സ് ക്രഷ് ചെയ്തതോ ഒക്കെ ഇട്ട് കൊടുക്കാം. അത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് നമ്മുടെ സ്ട്രോബെറിയുടെ കേക്ക് വെച്ച് കൊടുക്കാം. അതിലും സിറപ്പാക്കിയിട്ടുണ്ട്. നമുക്കതിൻ്റെ മുകളിലേക്ക് നമ്മുടെ സ്ട്രോബെറി ക്രീമാണ് തേച്ച് കൊടുക്കുന്നത്. അടുത്ത വാനില കേക്കിൻ്റെ ലെയർ വെച്ചിട്ടുണ്ട്. ഷുഗർ സിറപ്പ് ഒഴിക്കുകയാണ്. ഇനി നമ്മൾ സ്ട്രോബെറിയുടെ ക്രീം തന്നെയാണ് ആക്കി കൊടുക്കുന്നത്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ സ്ട്രോബെറിയുടെ ലെയർ വെച്ച് കൊടുക്കാം. അതിലേക്കും മുഴുവനായിട്ടും ആ സിറപ്പ് ബാക്കിയുള്ളത് മുഴുവനായിട്ട് അങ്ങ് ഒഴിക്കുന്നുണ്ട്. നമുക്ക് മുകളിൽ അങ്ങ് വൈറ്റ് ക്രീം അങ്ങ് ആക്കി കൊടുക്കാം. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ സൈഡിലേക്ക് തള്ളി നിൽക്കുന്നതെല്ലാം അതുപോലെ പാലറ്റ് നൈഫ് കൊണ്ട് തന്നെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ട്രേ എന്ന് പറയുന്നത് 4.5 ഇഞ്ചിൻ്റെയും 5 ഇഞ്ചിൻ്റെയും ട്രേ ആയിരുന്നു. ചെറിയൊരു 1/2 ഇഞ്ചിൻ്റെ വ്യത്യാസമുണ്ട്. വലിയ പ്രശ്നമില്ല. കണ്ടോ, ഇച്ചിരി ഒന്ന് പുറത്തോട്ടൊന്ന് തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ക്രീം വെച്ചിട്ട് അവിടെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അടിയിലായിട്ട് സ്ട്രോബെറിയുടെ ക്രീം അങ്ങ് ആക്കി കൊടുക്കുകയാണ്. 2 റൗണ്ട് സ്ട്രോബെറി ക്രീം ആക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് വൈറ്റ് ക്രീം ഒന്ന് ആക്കി കൊടുക്കുകയാണ്. നമുക്കിതിൽ വേണമെങ്കിൽ ഒന്ന് ക്രം കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടെ ഫിനിഷ് ചെയ്തെടുക്കാം. ഞാൻ പക്ഷേ ക്രം കോട്ട് ചെയ്യുന്നില്ല. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ആ ഒരു ഫിനിഷിങ് കുറച്ചുകൂടെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്രം കോട്ട് ചെയ്തതിന് ശേഷം ആദ്യം ജസ്റ്റ് ഒന്ന് ക്രീം വെച്ചൊന്ന് കവർ ചെയ്ത് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രീസറിൽ ഒരു അരമണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെച്ചതിന് ശേഷം എടുത്ത് അതിൻ്റെ മുകളിൽ നമുക്ക് ബാക്കി ഡിസൈൻ ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഫിനിഷിങ്ങിൽ കിട്ടും. ഞാൻ പിന്നെ ഇങ്ങനെ അങ്ങ് ചെയ്യുവാണ്. അങ്ങനെ 2-3 പ്രാവശ്യം ഇതുപോലെ സ്ക്രേപ്പർ വെച്ച് തിരിച്ചൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് നല്ല ഭംഗിയായിട്ട് തന്നെ ഇരുന്നോളും. അതുപോലെ മോൾ ഭാഗം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്കൊരു അരമണിക്കൂർ ഒന്ന് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. ഒന്ന് സെറ്റായിട്ട് വരട്ടെ. അപ്പോൾ ഇത് ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് ഫ്രീസറിൽ വെച്ച്, ഫ്രിഡ്ജിലായാലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആ ക്രീം ചെയ്തതൊന്ന് സെറ്റായി വരാനാണ്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ കയ്യിൽ പിങ്ക് ഡ്രിപ്പുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് 1 ഡ്രോപ്പ് വൈറ്റ് കളറും ഒരു 2 ഡ്രോപ്പ് പിങ്ക് കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഡ്രിപ്പായിട്ട് എടുക്കാം. ഇപ്പോൾ ഹോം ബേക്കേഴ്സൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ ഡ്രിപ്പൊക്കെ വാങ്ങിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഫുള്ളായിട്ട് ഡ്രിപ്പ് ചെയ്തില്ല, ഒരു 3/4 ഭാഗത്തോളം ഡ്രിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സാണ് കേട്ടോ വെക്കുന്നത്. കാരണം
കൈ അത്രയ്ക്ക് പെർഫെക്റ്റ് അല്ല. അപ്പം എനിക്ക് പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ചെയ്യുമ്പം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫ്രഷ് ഫ്ലവേഴ്സാണ് വെക്കുന്നത്. മാത്രമല്ല ന്യൂ ഇയർ ഒക്കെ അല്ലേ, അപ്പോൾ കുറച്ച് നല്ലൊന്ന് ആർഭാടായിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സ് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിലേക്ക് ഒരു ടൂത്ത് പിക്ക് കുത്തി വെച്ചിട്ടുണ്ട്, അറ്റം കട്ട് ചെയ്തിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ തണ്ട് തന്നെ വെക്കുകയാണെങ്കിൽ നമ്മൾ സെല്ലോ ടേപ്പ് വെച്ച് നന്നായിട്ട് കവർ ചെയ്യണം. പിന്നെ അത് മാത്രമല്ല പ്രാണികളോ എന്തെങ്കിലും കീടങ്ങളോ ഒക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം കേട്ടോ ഫ്രഷ് ഫ്ലവേഴ്സ് എപ്പോഴും കേക്കിൻ്റെ മുകളിലേക്ക് വെക്കാനായിട്ട്. അപ്പോൾ അതിങ്ങനെ മുകളിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് താഴോട്ടായിട്ട് അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അടിപൊളി, നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു ന്യൂ ഇയറിൻ്റെ ഒരു കാർഡും കൂടെ കുത്തി വെച്ച് കൊടുക്കാം. അടിപൊളി, ഇത് മതി. ഇനി ഇതിലേക്ക് കുറച്ച് സിൽവർ ബോൾസും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൽ ലെയറിൽ വേണമെങ്കിൽ നമുക്ക് സ്ട്രോബെറിയുടെ ക്രഷ് ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ ഫില്ലിംഗ് ഉണ്ടല്ലോ, സ്ട്രോബെറി കേക്കിന് ഉണ്ടാക്കിയിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടി ക്രഷ് ചെയ്തിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ ഫില്ലിംഗ്, അതും വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു കേക്കാണ് ചെയ്യുന്നത്, അതുകൊണ്ട് സ്പെഷ്യലായിട്ടുള്ള ഫില്ലിംഗ് ഒന്നുമില്ല. പെട്ടെന്ന് നമുക്ക് ഒരു 30 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കേക്ക്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഒരു ലെയറിലും കൂടെ നമുക്ക് വേണമെങ്കിൽ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം. ഞാൻ ഒറ്റ ലെയറിൽ ഇട്ടിട്ടുള്ളൂ. പാൻ സ്ട്രോക്ക് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യാനേ ഇത് ശരിക്കും ഇന്നല്ല നാളെ വേണം കഴിക്കാനായിട്ട്. ഞാനിപ്പം അങ്ങ് എടുക്കുന്നേ ഉള്ളൂ. ഇപ്പം എന്തായാലും ഓൾറെഡി ഫ്രിഡ്ജിലൊക്കെ വെച്ച് കുറച്ച് അത്യാവശ്യം തണുത്തിരിക്കുന്ന കേക്കാണ്. നമുക്കിതെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇതാണ് നമ്മുടെ കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ ഉള്ള കേക്കിൻ്റെ അവസ്ഥ. നല്ല ഭംഗിയില്ലേ കാണാൻ, ഉള്ളിലൊക്കെ ആ ഒരു ലെയറായിട്ട് നല്ല ഒരു ഭംഗിയുണ്ട്. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. ഒരുപാടങ്ങ് സ്ട്രോബെറിയുടെ ഫ്ലേവർ ഒന്നുമില്ല, ലൈറ്റായിട്ടുള്ള ഒരു സ്ട്രോബെറിയുടെ ഫ്ലേവറേ ഉള്ളൂ. കൂടുതലൊക്കെ വേണമെങ്കിൽ കൂടുതൽ ആ ഒരു മിക്സ് അല്ലെങ്കിൽ എസൻസ് ഒക്കെ ചേർത്ത് കൊടുക്കണം. എനിക്ക് പിന്നെ അധികം ഒരു മൈൽഡായിട്ടുള്ള ഒരു സ്ട്രോബെറി ഫ്ലേവറാണ് ഇഷ്ടം, അതുകൊണ്ട് ഇതേ ഒരു അളവിലേ ചേർത്തിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു ചോക്കോ ചിപ്സും കൂടെ കഴിക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ശരിക്കും കറക്റ്റ് 1/2 കിലോ വരുന്ന കേക്കാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 300 രൂപ മുതൽ 400 രൂപ വരെയാണ്. ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.